السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتل ما أوحي إليك من كتاب ربك لا مبدل لكلماته ولن تجد من دونه ملتحدا. صدق الله العظيم. സൂറത്തുൽ ഗാഫിലെ 7 മഹാന്മാരെ കുറിച്ചുള്ള പരിചയപ്പെടുത്തൽ തൽക്കാലം കഴിഞ്ഞിട്ട് അള്ളാഹു മറ്റൊരു ഭാഗത്തേക്ക് ഉണർത്തുകയാണ്. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം മുശ്രിക്കീങ്ങൾ, ശത്രുക്കൾ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പരിഹസിച്ചുകൊണ്ട് പറയും, ഇത് വേറെ ഏതെങ്കിലും ഖുർആൻ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ആലോചിക്കാന്ന് പറയും. ഇത് തൽക്കാലം മാറ്റി വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഏറ്റുവാ, ഇപ്പോഴുള്ള കുറെ ആയത്തുകളും മറ്റൊന്നും ശരിയല്ല, വേറെ ഒരു സ്പെഷ്യൽ ഗ്രന്ഥം ഏറ്റുവാ, അല്ലെങ്കിൽ ഇതന്നെ ഒന്ന് പുതുക്കിയിട്ട് വാ എന്ന് പറയും. അല്ലാഹു തആല അതിന് മറുപടി കൊടുക്കാൻ പറയാണ്, വത്സ്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക. നിങ്ങളെ റബ്ബിന്റെ ഗ്രന്ഥമായി നിങ്ങളിലേക്ക് വഹിയായി കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഓതി കൊടുക്കുക. ഇതിന്റെ തഫ്സീൽ കാണാം. വലാ തസ്മ അഖ്വാലഹും, അവർ പറയണമെന്ന് നിങ്ങൾ കേൾക്കണ്ട, നിങ്ങൾ ഞാൻ പറഞ്ഞ പണിയെടുത്താൽ മതി. ഓല് പലതും ഒന്ന് പറയും, അയമക്കൊന്നും ചെവിട് കൊടുക്കും. ഞാൻ പറഞ്ഞ പണി നിങ്ങൾ എടുത്തോളി. നിങ്ങൾക്ക് ഇപ്പൊ തന്നത് നിങ്ങളാണ് ഓതി കൊടുത്തത്. ലാ മുബദ്ദില ലികലിമാതിഹി, അല്ലാഹു ഇറക്കി തന്ന അവന്റെ കലിമാത്തുകളെ ചേഞ്ച് വരുത്താൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. എന്തുകൊണ്ട്? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ലോകത്ത് വിശുദ്ധ ഖുർആന് മാത്രമേ ഈ ഒരു സംരക്ഷണമുള്ളൂ, വേറെ ഒരു ഗ്രന്ഥത്തിനുമില്ല. ഹദീസുകൾക്ക് പോലും ഇല്ല. ഹദീസുകളിൽ പലതും ഉണ്ടല്ലോ, മൗദൂ ഹദീസുണ്ട്, ലൈഫ ഹദീസുണ്ട്, ഹദീസ് പല ഐറ്റമുണ്ട്. എന്നാൽ ഖുർആനിൽ ലൈഫായ ആയത്തുണ്ടാവില്ല, മൗദൂ ആയത്തുണ്ടാവില്ല. ഈ ആയത്ത് മൗദൂ ആണെന്ന് ആർക്കും പറയാൻ പറ്റില്ല, നിർമ്മിത ആയത്താണ് എന്ന് ഖുർആന്റെ ആയത്തിനെ കുറിച്ച് ആർക്കും പറയാൻ പറ്റില്ല. അതിന് സംഭവം ഇല്ല. ആരെങ്കിലും ഒരാള് ഖുർആനില് അവന്റെ പ്രസംഗം ഇറക്കുന്ന സമയത്ത് അവൻ സാഹിത്യത്തിൽ ഏതെങ്കിലും ഒരു വാചകം ഉണ്ടാക്കിയിട്ട് ഒരായത്തിന്റെ ഇടയ്ക്ക് കയറ്റിയാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് പിടിക്കപ്പെടും. അത് മാർക്കറ്റിൽ വരൂല. അതാണ് ഖുർആന്റെ അത്ഭുതം. അതെങ്ങനെ പിടിക്കുക? അതിന് അള്ളാഹു ഇവിടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിനല്ല ലക്ഷക്കണക്കിന് ആലിമീങ്ങൾ, ആഫലീങ്ങളൊക്കെ ഉള്ളത്. ഇത് ഖുർആന് മാത്രമുള്ള കുത്തക അവകാശമാണ്. ലാ മുബദ്ദില ലികലിമാതി റബ്ബിഹി, ലാ മുബദ്ദില ലികലിമാതിഹി. റബ്ബിന്റെ കലിമാത്ത് ചേഞ്ച് വരുത്താൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ഞാൻ അതിൽ തന്നെ ഒരു സൂചന ഉണ്ട്. വേറൊരു കിതാബേറ്റ് വരുന്ന അവര് പറഞ്ഞ കാരണത്താൽ അഥവാ നിങ്ങൾ വരികയാണെങ്കിൽ വരൂല. അള്ളാഹ് റസൂലുള്ളാഹിനോട് അങ്ങനൊക്കെ പറയാമല്ലോ, നമുക്കെല്ലാം പറയാൻ പറ്റും. അള്ളാഹ്ക്ക് പറയാം, അള്ളാന്റെ ഖൽക്കല്ലേ. വന്നിട്ടല്ല, സങ്കൽപ്പിക്കുക. വരികയാണെങ്കിൽ വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദാ, അള്ളാന്റെ അദാബ് വന്നാൽ ഒളിത്താവളം, വലൻ തജിദ, നിശ്ചയം നിങ്ങൾക്ക് കാലാന്ത്യം വരെ എത്തിക്കാൻ കഴിയില്ല, മിൻ ദൂനിഹി, അള്ളാനെ കൂടാതെ, മുൽതഹദ, അള്ളാന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഒളിത്താവളം എത്തിക്കാൻ കഴിയില്ല. അങ്ങനെയല്ലോ എന്തെങ്കിലും കണ്ടാൽ വേണ്ടല്ലോ, ഒളിച്ചോടിയിട്ട് പാമ്പിനെ കണ്ടാൽ, സിംഹത്തിനെ കണ്ടാൽ ഒളിച്ചിരിക്കുക. അള്ളാന്റെ അദാബിന്ന് ഒളിച്ചിരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ സ്ഥലം ഉണ്ടാവില്ല. ഇവിടെ രണ്ട് കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഒന്ന് ഖുർആന്റെ ഓത്ത്, തിലാവത്തുൽ ഖുർആൻ, വത്സ്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക. അവിടെ ചില മഹാന്മാര് പറയുന്നുണ്ട്, അള്ളാഹിലേക്ക് കൂടുതൽ അടുക്കാനും പരലോകത്ത് കൂടുതൽ കൂലി വാങ്ങാനും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്.
ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് റൂഹുൽ ബയാൻ എന്ന ഗ്രന്ഥത്തിന്റെ 5-ാം വോള്യം 283-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ റൂഹിന് രോഗങ്ങൾ പിടിപെടും. പലയിറ്റ രോഗങ്ങളുണ്ടാവും. ശരീരത്തിന് മാത്രമല്ല രോഗങ്ങൾ. നമ്മൾ ചികിത്സിക്കാറുള്ളത് ശരീരത്തിന്റെ രോഗങ്ങൾക്കാണ് എന്ന് മാത്രം. കാരണം എന്നെ പോലെയുള്ള ആളുകൾ ശരീര പൂജകന്മാരാണ്. ശരീരത്തിന് എന്തെങ്കിലും മുറിവ് വന്നാൽ, ചതുവ് വന്നാൽ, പ്രശ്നം വന്നാൽ, ഛർദ്ദി വന്നാൽ, ക്ഷീണം വന്നാൽ, പനി വന്നാൽ, കുര വന്നാൽ അപ്പൊ ഓടും ഡോക്ടറെ അടുത്ത്. അറ്റാക്ക് വന്നാൽ പിന്നെ പറയും വേണ്ട. നേരെ മറിച്ച് ഇതിനേക്കാളും ഗൗരവത്തിൽ റൂഹിനുണ്ട്. റൂഹിന് രോഗം വന്നിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഡോക്ടർ എന്നിവരെ സമീപിച്ചു? എനിക്ക് നിസ്കരിച്ചിട്ടൊരു മനസാന്നിധ്യം കിട്ടണില്ല, അത് സോക്കടല്ലേ. അല്ലെങ്കിൽ അള്ളാനെ ഓർമ്മ വരണില്ല, അത് വേറെ സോക്കടല്ലേ. അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ കഴിയണില്ല, അത് സോക്കടല്ലേ. ഒക്കെ ഖുർആൻ ഓതുമ്പോ ഭയങ്കര ക്ഷീണം ഓർക്കും, അത് സോക്കടല്ലേ. ഇന്ന് വരെ ആരെങ്കിലും അതിന്റെ ഡോക്ടറെ കണ്ടിരുന്നോ? കാണണ്ടേ? ഇന്ന് സ്വഹാബാക്കള് ഇതിന്റെ ഡോക്ടർമാരെ കണ്ടിരുന്ന ആളുകളാണ്. അവരെ കൂട്ടത്തിൽ അതിന്റെ ലോകത്തെ ഡോക്ടറാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. നോട്ട് ദി ഹിസ്റ്ററി ഓഫ് ദ പേഴ്സൺ ബട്ട് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് മുഹമ്മദ് മുസ്തഫ. ഒരാളല്ല, ഒരു പ്രപഞ്ചാണെന്നാണ്. ഒരു പ്രപഞ്ചമാണ്, ഒരു പ്രപഞ്ചം അല്ലേ. മദീനത്ത് കിടക്കുന്ന ഒരാളല്ല, ഒരു ലോകമാണ്. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ഒരു ലോകമാണ് കിടക്കുന്നത്. അപ്പൊ അവർക്ക് സുഖമായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വേഗം പോവും. ശരീരത്തിന്റെ കാര്യമൊന്നും അവർ വല്ലാതെ പറയില്ല. നമ്മൾ നേരെ തിരിച്ചാ. ഇവിടുന്ന് ഇപ്പൊ ഞാൻ കസാരി എണീറ്റ് ഇവിടെ കൊളത്താണെങ്കിൽ ഇപ്പൊ പോവും ഡോക്ടറെ അടുത്ത്. ഒരു 10 മിനിറ്റും കൂടി. ഇന്നലെ ഒരാളെ എനിക്ക് വിളിച്ചു, എന്നിട്ട് ബന്ധപ്പെട്ട ആൾ തന്നെ. ഭാര്യനെ ഹോസ്പിറ്റലിൽ കിടത്തിയിട്ടുണ്ട്. ഡോക്ടർ പ്രസവം 3 മണിക്കാണ് പറഞ്ഞത്. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ സമയല്ലേ, കുട്ടി വരേണ്ട സമയം ഓലല്ലല്ലോ കണക്കാക്കല്. ഈ ഡോക്ടർമാർ ഈ സമയം പറഞ്ഞ എന്താ നിങ്ങള് ഗർഭിണികളോട് ചോദിക്കും ലാസ്റ്റ് കുളിച്ച എന്നാണെന്ന്. അത് കണക്കൂട്ടിട്ടാ പയ്യൻ ഇയാൾ പറയണത്. അപ്പൊ ഈ ഡേറ്റ് പറഞ്ഞു കൊടുക്കണ പെണ്ണിന്റെ അടുത്ത് മാറിയാൽ പ്രസവത്തിന് നമ്മെ ആളെ അടുത്ത് മാറും. അല്ലാതെ അവലെ കറാമത്തൊന്നല്ല ഇപ്പത്. ഓല ഇവരോട് ചോദിക്കും എന്നാണ് ലാസ്റ്റ് കുളിച്ചതെന്ന് ചോദിക്കും. അവിടെ നിന്നാണ് ഈ കണക്കൂട്ടുന്നത്. അത് ഈ പെണ്ണ് പറഞ്ഞ ഡേറ്റ് പഴച്ചാൽ ഓല് പറഞ്ഞ ഡേറ്റും പഴക്കും. അപ്പൊ ഞാൻ പറഞ്ഞ അത് അയാൾ പറഞ്ഞ ഡേറ്റ് അല്ലേ, ആള് പറഞ്ഞ സമയല്ലേ, വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. ആകെ വെയിറ്റ് ചെയ്തത് 5 മിനിറ്റാണ്. നോക്കാണ് നിങ്ങള്. കേറി ഇതാണ് പോ. അപ്പൊ എന്തിനാ ഞാൻ പറഞ്ഞു? പോന്നതിന് വിരോധമില്ല. പക്ഷെ എന്തുകൊണ്ട് റൂഹിനുള്ള രോഗത്തിന് ഡോക്ടറെ സമീപിക്കണില്ല? അതിനുണ്ട് ഡോക്ടർ, അതിനുണ്ട് മെഡിക്കൽ ക്യാമ്പ്. അതിന്റെ ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഈ സാസിൽ ഇരിക്കുക എന്നുള്ളത്. അപ്പൊ അതിന് മഹാന്മാർ പറയുന്നത് 5 തരം മരുന്നാണ്. റൂഹിന് രോഗം വന്നാൽ ചികിത്സിക്കാൻ 5 തരം മരുന്നുണ്ട്. ഇത് ഞാൻ ആ നേരത്തെ ഉദ്ധരിച്ച കിതാബിൽ 5-ാം വോള്യത്തിൽ കാണാം. ഇതേ ആയത്തിന്റെ തഫ്സീറിൽ കാണാം. 1 തിലാവത്തുൽ ഖുർആനി ബിത്തദബ്ബുർ, ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതുക. ആന്തരിക രോഗാണുക്കൾ ചത്തുപോവാൻ നല്ല കീമോതെറാപ്പിയാണ്. ചിന്തിച്ചുകൊണ്ട് ഖുർആൻ. ഇപ്പൊ നിങ്ങൾക്ക് അൽക്കാഫ് വെള്ളിയാഴ്ച ഓതുമ്പോ ചിന്തിച്ചൂടെ? അങ്ങനെ ഓതുമ്പോ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ കീടങ്ങളൊക്കെ ഇങ്ങനെ കരിഞ്ഞാണ്ട് പോകും. അതാണ് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി, ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതലാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി രണ്ടാമത് ആ കിതാബ് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അതിന് ഇത്ര ശക്തിയിൽ ആമീൻ കിട്ടൂല എന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും ഞാൻ പറയാം, വയറ് എപ്പോഴും കുറച്ച് കാലിയാക്കുക. അതന്നെ, നിറക്കരുത്. കല്യാണത്തിനായാലും കുടിരിക്കലിനുമായാലും സൽക്കാരത്തിനായാലും പൊരയുന്നാണെങ്കിലും വയറ് നിറഞ്ഞാൽ ഇഖ്ലാസ് പോകും. നിറക്കരുത്. നമ്മൾ ക്ലാസ്സിൽ പങ്കെടുത്താൽ ഞാൻ ഭക്ഷണം കഴിക്കണേ ഈ ആലി ഉസ്താദിനോടൊക്കെ ചോദിച്ചു നോക്കി, ഇവരോട് ചോദിച്ചാൽ മതി. ഞാൻ ഇപ്പൊ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചത് ഈ ഒരു കൈവെള്ളയിൽ ഒതുങ്ങിയ ചോറായിരിക്കും അല്ലേ, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എന്നിട്ട് ഞാൻ കുറച്ച് വിശന്നിട്ടാണ് ഞാൻ കിടന്നത്. രാവിലെ എണീച്ചപ്പോ എന്തൊരു സുഖാര്യങ്ങള്, ഒരു പ്രശ്നമില്ല. ഞാൻ കാര്യമായിട്ടൊന്ന് തിന്നല് രാവിലെ മാത്രമേ ഉള്ളൂ, ഉച്ചക്കും അത്ര തിന്നൂല. കുറച്ച് നിങ്ങൾ കൊടുത്തേക്കണേ കുറക്കണ്ട കേട്ടോ, കാരണം ഞാൻ എല്ലാത്തവരും ഇവിടെ ഉണ്ട്. ഷരീഫ് അഷ്റഫിന്റെ നിങ്ങളൊക്കെ നോക്കാൻ നിങ്ങൾ, അപ്പൊ അതിനനുസരിച്ച് പള്ളി ഉണ്ടാവും. അപ്പൊ അതിക്കുള്ളതും വേണമല്ലോ, ഇന്ത്യ മാത്രം നോക്കിയാൽ പോരല്ലോ. അത് നിങ്ങൾ കൊടുത്തേക്കണ അളവ് കുറക്കണമെന്നല്ല ഈ പറയണത്. ഇനിയിപ്പോ എന്ത് കൊടുത്താച്ചാലും കൊടുത്തേക്കണൊക്കെ കൂടി നമുക്ക് തിന്നാനുള്ളതല്ലോ.
അങ്ങനെയില്ലേ? എപ്പോഴും വേറൊന്ന് കാലിയാവുക. ഇത് ഇന്നത്തെ മെഡിക്കൽ സയൻസും അതന്നെയാ പറയണേ. ഞാൻ എത്രയോ ഡോക്ടർമാരുടെ പുസ്തകം വായിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഓൽക്കെന്താ പറയണെന്ന് നോക്കാൻ. ഓല് പറയണെന്താ നിങ്ങള്? ഞാൻ ഒരിക്കലും ഒരു പുസ്തകം വായിച്ചിട്ട് കരഞ്ഞിട്ടുണ്ട്. ഒരു ഡോക്ടർ എഴുതുകയാണ്, മനുഷ്യന്റെ വയറിന് 3 അറയാണ്. ഒരറയില് ഭക്ഷണം, ഒരറയില് വെള്ളം, ഒരറ മാറ്റി വെക്കണം എന്ന്. അപ്പൊ ഞാൻ എന്റെ കണ്ണില് വെള്ളം നിറയാൻ കാരണം ഇത് ഇന്നൽക്കന്നെ ഹദീസിൽ കാണാം, ഇങ്ങനെ തന്നെ ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബാക്കളെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് സ്നേഹമുള്ള രാജാവ് ഒരു വൈദ്യരെ പറഞ്ഞയച്ചു. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ആളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവര് അനുയായികളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാം, എന്തെങ്കിലും രോഗം ഉണ്ടെന്ന് ചികിത്സ കൊടുത്തോളാറ്. ഈ ഡോക്ടർ വന്നിട്ട്, അന്നത്തെ വിശ്വഗുരം വന്നിട്ട് 3-4 മാസം മദീനയിൽ കൂടി. ഒരൊറ്റ കുട്ടിക്ക് രോഗമില്ല, എന്തെങ്കിലും രോഗമില്ല. അവസാനം ഡോക്ടർ ചോദിച്ച്, ഞാൻ ഇവിടെ വെറുതെ നിൽക്കാന്നല്ലാതെ ഇവിടെ സൊക്കടൊന്നും കാണില്ല. അതിന് കാരണമുണ്ട്. ഡോക്ടർക്ക് സംഗതി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെയാണ് ഇത് പറഞ്ഞത്, മനുഷ്യന്റെ വയറിന് 3 അറയാണ്. ഒരറയില് ഭക്ഷണം, ഒരറയില് വെള്ളം, മറ്റൊരറ ശ്വാസോച്ഛ്വാസം നടത്താൻ വേണ്ടിയിട്ട് ഒഴിച്ചിടണം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇന്നത്തെ അറ്റാക്ക്, കൊളസ്ട്രോള്, ഇതൊക്കെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ 3 അറയിലും ഭക്ഷണമായി. 3ലും ബിരിയാണിയും ബീഫും ചിക്കനും, അതിന്റെ മേൽക്കൂടി വെള്ളം, പിന്നെ ഒരു ഐസ്ക്രീമും. യാ അല്ലാഹ്, സോക്കട് വേറെ ഒരിക്കലും പോണോ? വളരെ ശ്രദ്ധിക്കണത്. എനിക്കിത് പറയാൻ അവകാശമുണ്ട്, കാരണം ഞാൻ അങ്ങനെ തിന്നലുള്ളൂ. അതുകൊണ്ടാണ്. ഇനി ഞാൻ തിന്നണ നിങ്ങൾ ചോദിച്ചോണ്ട് ക്യാമറ എടുത്ത് നോക്കിക്കോണ്ട്. അത്ര ഒന്നും. ഞങ്ങൾ 3 ആൾ ഇരുന്നാൽ ആദ്യം അവസാനം ഇരിക്കണവും ആദ്യം എണീക്കണവും ഞാനായിരിക്കും. വേണീക്കണം. അങ്ങനെ പേന്തി നീ ഓരോ നീ താണ്ട് പോയിക്കാരം. അതീറ്റ പാടില്ല. പോവാൻ തന്നെ അവന് ഇഷ്കാലുണ്ട്. കാരണം ഇതിങ്ങനെ തേട്ടാൻ തുടങ്ങിക്കണം, എന്നിട്ടും ചാമ്പുക. അത് ചെയ്യരുത്. പാകത്തിന് തിന്ന. എപ്പ പാത്രത്തിന്റെ അവിടുന്ന് എണീക്കുകയാണെങ്കിലും ഇത്തിരി വിശപ്പ് ബാക്കിയാവണം. എന്നാ സോക്കട് പരമാവധി കുറഞ്ഞിട്ടു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം നേരത്തെ ദമ്മ് ചെല്ലാമീൻ അദ്ദേഹം പറഞ്ഞു. ആദ്യത്തെ ദമ്മിപ്പാമീനില്ലല്ലോ, എനിക്കറിയാം. എന്നാലും പറയാനുള്ള ഞാൻ പറയണ്ടേ. അപ്പൊ രണ്ടാമത്തെ കാരണം ഇത് റൂഹിന്റെ രോഗത്തിന് ചികിത്സയാണെന്നാണ്, ശരീരത്തിന്റെ രോഗത്തിനല്ല. ആ കിതാബ് പറഞ്ഞത് ഒരു കൽബിന്റെ രോഗത്തിന് ചികിത്സയാണ് വയറ് കാലിയാക്കുക എന്നുള്ളത്. പറ്റ കാലിയാക്കണമെന്നല്ല, എപ്പോഴും ഇത്തിരി വിശപ്പുണ്ടാവണം. അതാണ്. 3 രാത്രി എണീക്കുക, അതാണ് ഖിയാമുൽ ലൈൽ. 4 അത്തളറു ഇലല്ലാഹ് ഇൻദ സഹർ, പാതിരാത്രിയിൽ പടച്ചവനോട് കരഞ്ഞു ദ്വാരക്കുക. സൊക്കട് മുഴുവൻ മാറും. ഇനി എല്ലാം മാറാനുള്ള ഒറ്റ ഗുളികയാണ് 5 മുജാലസത്തു സ്വാലിഹീൻ. അള്ള പൊരുത്തപ്പെട്ട് എന്ന് നമുക്ക് തോന്നുന്ന, ജീവിതം ശുദ്ധമായി എന്ന് നമുക്ക് തോന്നുന്ന, ജീവിതത്തിൽ പടച്ചവനെ പേടിച്ച് സൂക്ഷ്മത പാലിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന സ്വാലിഹ്യങ്ങൾ എടുത്ത് പോയിട്ടിരിക്കുക. അപ്പൊ കൽബ് ഇങ്ങനെ ശുദ്ധിയാവാൻ തുടങ്ങും. അതാണ് ഈ 5 കാരണങ്ങളാണ് റൂഹിന്റെ രോഗം മാറാൻ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ അവര് പറഞ്ഞത് ഇസ്മായിൽ അക്കി റഹ്മത്തുള്ളാഹി എടുത്ത് ഉദ്ധരിച്ചത്. അള്ളാഹു ഇത് 5 ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ തിലാവത്തുൽ ഖുർആനെ കുറിച്ച് അലിയാര് പറഞ്ഞൊരു അസർ ഇതേ കിതാബിൽ ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണും. ഞാൻ കിതാബ് ഉദ്ധരിക്കണ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, കേൾക്കണയിലെ ഉലമാ പുറകിലുണ്ട്. അതുകൊണ്ടാണ് 5-ാം വാള്യം 283 നമ്പറിൽ കാണാം, പേജിൽ കാണാം. അലിയാർ നമ്മൾ സാധാരണ പഠിച്ചു വെച്ച എന്താണ്, ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ ഒരർഫിന് 10 കൂലി. അത് അലിയാരൊന്ന് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെയല്ല എന്നാണ്. ഹദീസ് തെറ്റാണെന്നല്ല, അതങ്ങനെ ഒറ്റടിക്കാണ് മനസ്സിലാക്കിയാൽ പോരാ. അലിയാർ പറയണ്, ആ പറഞ്ഞതിന്റെ മാന, ആ 10 കൂലി എന്ന് പറഞ്ഞതിന്റെ മാന നിസ്കാരത്തിന്റെ പുറത്ത് ഒതുല്ലാതെ ഓതുമ്പോഴാണ്. 10 കൂലി എന്ന് പറഞ്ഞതിന് മാന നിസ്കാരത്തിന്റെ പുറത്ത് നിസ്കരിക്കല്ല, ഓതണോനോ ഒതുല്ലാതെ ഖുർആൻ ഓതാലോ. അങ്ങനെ ഓതുന്ന സമയത്താണ് ആ 10 കൂലി എന്ന് പറഞ്ഞത്. അല്ലെങ്കിലോ നിസ്കാരത്തിൽ കയറിയിട്ട് ഒരാള് ഖുർആൻ ഓതുകയാണെങ്കിൽ ഒരറഫിന് 100 കൂലി എന്ന് അലി ഇബ്നു അബീ ത്വാലിബ്. നിന്നിട്ടാണെങ്കിൽ 100 കൂലി, ഇരുന്നിട്ടാണെങ്കിൽ 50 കൂലി. ഇത് നിസ്കാരത്തിന്റെ ഉള്ളിൽ 2 ഐറ്റം. നിന്ന് ഓതുകയാണെങ്കിൽ, നിന്ന് നിസ്കരിക്കുമ്പോ
ഒരർഫിന് 100 കൂലി. ഇരുന്ന് സ്കരിക്കുമ്പോ ഒരർഫിന് 50 കൂലി. നിസ്കാരം അല്ലാത്ത സമയത്ത് ഒതുവോടുകൂടി ഓതുകയാണെങ്കിൽ ഒരർഫിന് 25 കൂലി, ഒതുല്ലാതെ ഓതുകയാണെങ്കിൽ 10 കൂലി. അങ്ങനെയാണ്. അപ്പൊ ഖുർആൻ ഓതുന്നതിന്റെ മാത്രം എത്ര നോക്കുകയാണെങ്കിൽ ഇപ്പൊ രാത്രിയൊക്കെ എണീറ്റിട്ട് ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ നിസ്കരിക്കുമ്പോ ഒരർഫിന് 100 കൂലി എന്ന് പറഞ്ഞാൽ ഒരു ഫാത്തിഹ കഴിയുമ്പോഴേക്ക് ചോടുകണക്കിന് മീസാനിൽ തൂങ്ങൂലേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മള് റമളാനിൽ മാത്രം ഖത്തം തീർത്താൻ പോരല്ലോ, ഇടക്കിടക്ക് ഖത്തം തീർക്കണം. ഖുർആനായിട്ട് എപ്പോഴും ഒരു ബന്ധം ഉണ്ടാവണം. ഖത്തം ഇങ്ങനെ തീർക്കുക കുറെ ചോദ്യം മതിയല്ലോ. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മദ്ഹബിന്റെ ഇമാമല്ല ഇമാമുൽ ഷാഫി റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഒരു ഖത്തം തീർക്കുന്നതാണ് റമളാനേതര മാസങ്ങളിൽ. റമളാനിലേക്ക് വന്ന ഒരു ദിവസം 2 ഖത്തം. ഇത് പൊതുവെപ്പാണ്. പക്ഷെ ഞാൻ ഒരു കിതാബ് കണ്ടിട്ടുണ്ട്, ഇത് മുഴുവനും ഷാഫി ഇമാമിന്റെ സുന്നത്ത് നിസ്കാരത്തിൽ മാത്രമായിരുന്നു, പുറത്ത് വേറെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ ഇബാദത്തിന്റെ ഉയരം എത്രയാണ് പ്രിയപ്പെട്ടവരെ. ആ ഖുർആനെ ഇടക്കിടക്ക് ഓതുക. രാവിലെ കുറച്ച് ഓതിയാൽ മതി, അല്ലെങ്കിൽ കിട്ടുന്ന സമയത്ത്. ഞാൻ ചിലപ്പോ രാവിലെ സമയം കിട്ടില്ല, ഉച്ചക്ക് ഓതും. കുറച്ച് ഓതുക, ഇടക്കിടക്ക് ഖത്തം തീർക്കുക. ഖത്തം തീർക്കണമെന്ന് എല്ലാവർക്കും വേണ്ടി ദ്വാരിക്കുക. കാരണം ഒതോടുകൂടി ഓതുകയാണെങ്കിൽ 10 കൂലിയല്ല 25 കൂലി എന്നാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. وَاتْلُ مَا أُوحِيَ إِلَيْكَ مِنْ كِتَابِ رَبِّكَ لَا مُبَدِّلَ لِكَلِمَاتِ رَبِّهِ لَا مُبَدِّلَ لِكَلِمَاتِهِ وَلَنْ تَجِدَ مِنْ دُونِهِ مُلْتَحِدًا. ഇതിൽ 2 കാര്യമാണ് നമുക്ക് ചേർത്തി ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ളത്. അത് രണ്ടും ഞാൻ വിശദീകരിച്ചു. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവെ പറഞ്ഞോ കേട്ടോ നീ കബൂലാക്കണേ അല്ലാഹ്. സയ്യാത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവെ അപകടത്തിലോ പരാജയത്തിലോ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. നാണം കെടുത്തല്ലേ അല്ലാഹ്. കടത്തിൽ കുടുക്കല്ലേ അല്ലാഹ്. രോഗത്തിൽ തളർത്തല്ലേ അല്ലാഹ്. ഇന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാജിയുടെ കുടുംബക്കാരൻ മരിച്ചു. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നാട്ടിൽ നിന്ന് മരിച്ച മയ്യത്തിനെ ഖബ്ർ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തിന് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവെ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ഇടങ്ങറാകുന്ന വെറുക്കുന്ന രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ കെടുത്തല്ല അല്ലാഹ്. വേറെ ആരെയും ഞങ്ങൾക്കും നീ ഭാരമാക്കല്ല അല്ലാഹ്. ആർക്കും പരിക്കില്ലാതെ പ്രയാസമില്ലാതെ ആർക്കും ബാധ്യത ബാക്കി വെക്കാതെ ആർക്കും ഭാരമാവാതെ ചീഞ്ഞു നാറാതെ നല്ല സമയത്ത് ഇസ്സത്തോടെ കലിമ ചൊല്ലി മരിക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. അതുവരെ അന്തസ്സോടെ ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു തരണേ അല്ലാഹ്. കച്ചവടക്കാർക്ക് ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. കൂലിപ്പണിക്കാർക്ക് ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. പ്രവാസികൾക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. റബ്ബേ ദീനി ദഅവത്തിന് വേണ്ടി വരുന്നവർ, ഇരിക്കുന്നവർ, കൂടെ നിൽക്കുന്നവർ, താങ്ങും തണലുമാകുന്നവർ എല്ലാവർക്കും നിന്റെ ഔദാര്യത്തിന്റെ വാതിൽ ഞങ്ങൾക്കൊക്കെ നീ തുറന്നു തരണേ അല്ലാഹ്. ഞങ്ങളെ കൊടുക്കല്ല അല്ലാഹ്. ശത്രുക്കളാൽ ഞങ്ങളെ വേട്ടയാടുന്ന അവസ്ഥ ഉണ്ടാക്കല്ല അല്ലാഹ്. പരാജയപ്പെട്ട മുഴുവൻ ആളുകൾക്കും നല്ല വാതിലുകൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. മനസ്സിലുള്ള ഹൈറായ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. പദ്ധതികൾ വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ നന്മയുള്ള ഉദ്ദേശങ്ങളും നീ പൂണിയുന്ന ആയുസ് തരണേ അല്ലാഹ്. ഞങ്ങളെ നീ ഇടങ്ങറാക്കല്ല അല്ലാഹ്. പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على آخر القيسين محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.